കാട്ടുപോത്തിനെ മലർത്തുന്നു. കരിമ്പാറയ്ക്ക് കയ്യും കാലും വെച്ച പോലെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യരൂപം കണ്ട് കാട്ടുപോത്ത് തുറിച്ച് കണ്ണുകൾ ഉരുട്ടി. സാധാരണ മനുഷ്യർ തന്നെ കാണുമ്പോൾ ഓടി ഒളിക്കലാണ് പതിവ്. ഇപ്പോൾ ഇതാ ഒരു കറുമ്പൻ മനുഷ്യക്കുട്ടി ഭയപ്പെടാതെ തനിക്ക് നേരെ നിൽക്കുന്നു. പോത്ത് തലയൊന്നു കുലുക്കി, മേൽക്കഴുത്തിലെ കറുത്ത രോമങ്ങൾ കുലുക്കി ക്രേ എന്ന ശബ്ദമുയർത്തി. കുട്ടന് നേരെ ചെന്നു. തലയൊന്ന് താഴ്ത്തി പിന്നോട്ട് വളഞ്ഞ കൊമ്പുകൊണ്ട് കുട്ടനെ തട്ടി മേലോട്ടിടണമെന്ന ഉദ്ദേശത്തോടെ പോത്ത് ശക്തിയോടെ മുന്നോട്ട് കുതിച്ചു. കുട്ടൻ പെട്ടെന്ന് മാറി. തൊട്ടടുത്ത കാഞ്ഞിരമരത്തിന്റെ തടിയിൽ പോത്തിന്റെ തലയിടിച്ചു. മരം കുലുങ്ങി. മരത്തെ ചുറ്റി പോത്ത് കുട്ടനെ തിരഞ്ഞു. കുട്ടൻ ഒരു പാറയ്ക്ക് മുകളിൽ ചാടിക്കയറി. പോത്ത് അവൻ അഭിമുഖമായി നിന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന കറുമ്പൻ മനുഷ്യക്കുട്ടൻ ചില്ലറക്കാരനല്ലെന്ന് കാടൻ പോത്തിന് ബോധ്യമായി. ഭയപ്പെടുത്താനായി അവൻ ഒന്നുകൂടി തലകുലുക്കി. ക്രായ് ശബ്ദമുയർത്തി. കുട്ടൻ രണ്ടു കൈയും വിടർത്തിപ്പിടിച്ച് ഹ എന്ന് ശബ്ദിച്ചു. കാട്ടുപോത്തിന് ദേഷ്യം വന്നു. അവനൊന്ന് പിന്നോട്ടാഞ്ഞു. ശക്തിയായി മുന്നോട്ട് കുതിച്ചു. കുട്ടൻ മലർന്നു കിടന്ന് അവനെ കടന്ന് നീങ്ങിയ പോത്തിനെ കഴുത്തിന് നേരെ പൊങ്ങി അതിൻ്റെ രണ്ടു കൊമ്പും പിടിച്ചുയർത്തി. പോത്ത് തല കുടഞ്ഞു. കുട്ടൻ്റെ പിടി മുറുകി. ഒരു കല്ലിൽ കയറി നിന്ന് കൊമ്പുകൾ പിടിച്ചുയർത്തി. തൻ്റെ മുന്നിലെ മനുഷ്യക്കുട്ടി ഉയരുന്നതും തടിക്കുന്നതുമായി കാട്ടുപോത്തിന് തോന്നി. രണ്ടു കൊമ്പുകളോടെ തലപൊങ്ങിയ കൊമ്പൻ പോത്ത് രണ്ടു കാലിൽ നിന്നു. കാലുകൊണ്ട് ചവിട്ടി തിമിർത്തു. കൊമ്പുകൾ പറഞ്ഞു പോകുമെന്ന് തോന്നി. കാട്ടുകൊമ്പ് ഉച്ചത്തിൽ അമറി. കുളമ്പുകൊണ്ട് ചവിട്ടി. ഒരു ചവിട്ട് കുട്ടന്റെ കാലടിയെ ചതച്ചു. കാലടി ചതഞ്ഞു പരന്ന് പിടിവിടാതെ കുട്ടൻ പോത്തിന്റെ കൊമ്പുകൾ പിടിച്ച് തല തിരിച്ചു. അതിന്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ചോരയൊഴുകി. വായിൽ നിന്ന് നുരയും പതയും വന്നു. ദയനീയമായി കരഞ്ഞു. ബേ ബേ. കുട്ടികളും വലിയവരുമായി വനവേടന്മാർ ഓടി വന്നു. മൽപ്പിടുത്ത കാഴ്ച അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. കുട്ടിവേടന്മാർ ആർത്ത് വിളിച്ചു. അവർക്ക് അത്ഭുതം കാട്ടുകുട്ടൻ പെട്ടെന്നെങ്ങനെ വലുതായി എന്നതായിരുന്നു. കൊമ്പൻ പോത്തിനേക്കാൾ ഉയരം തോന്നിക്കുന്നു. പോത്തിന്റെ കരച്ചിൽ സഹിയാതെ വന്നപ്പോൾ കുട്ടൻ അതിനെ പിറകോട്ട് തള്ളി. മറിഞ്ഞു വീണ പോത്ത് വിരണ്ടെഴുന്നേറ്റ് വേച്ചു വേച്ചു നടന്നുപോയി. കുട്ടാ, അമ്മയുടെ നീണ്ട വിളി. അകലെ നിന്നവർ ഓടി വരുന്നു. ഘടോൽക്കജൻ തിരിഞ്ഞു നോക്കി. അമ്മ ഉച്ചത്തിൽ പറഞ്ഞു, അത് കാട്ടുമൃഗമാണ്, ഉപദ്രവിക്കരുത്. ഓടി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നില്ലേ? വല്ല രാക്ഷസന്മാരും വളർത്തുന്ന മൃഗമായിരിക്കും. മായയും മന്ത്രശക്തിയുമൊക്കെ ഉണ്ടാവും. യമധർമ്മരാജാവെങ്ങാനും മേയാൻ വിട്ടതാണെങ്കിലോ? അമ്മയുടെ ശബ്ദം അധികമാരും ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ അവന്റെ ചൂടുറ്റും കൂടി. ഹിഡുമ്പിയമ്മ അവരോട് കയർത്തു. എന്തു കാണാനാ? കാട്ടുകൂളന്മാരെ, നിങ്ങൾ നോക്കി നിൽക്കണേ. ആ കാട്ടുപോത്ത് പകരം വീട്ടാതിരിക്കില്ല. വാടാ ഇവിടെ. അമ്മ അവന്റെ കൈ പിടിച്ചു വലിച്ചു. ഹാ കുട്ടാ, കടൂ. വേടന്മാരുടെ ഒരുമിച്ചുള്ള ശബ്ദം. കാട്ടുപോത്ത് ഒറ്റ കുത്തിന് ഒരു വേടനെ കുത്തി വീഴ്ത്തിയിരിക്കുന്നു. മറ്റു വേടന്മാർ ഭയന്നോടുന്നു. അമ്പും വില്ലുമുള്ളവർ അതെടുത്ത് ശരം തൊടുക്കാൻ ഒരുങ്ങുന്നു. കുട്ടൻ അത് കണ്ടു. അമ്മ എന്തോ പറയും മുമ്പ് കുട്ടൻ ഒറ്റച്ചാട്ടം. കാട്ടുപോത്തിന്റെ മുന്നിലെത്തിയ അവൻ ഒരു കൊമ്പിൽ പിടിച്ചു. പോത്ത് കുതറി. ക്ലോ. കാട്ടുപോത്തിന്റെ കൊമ്പ് മുറിഞ്ഞ് ചോര ചീറ്റി. വേ എന്ന നീണ്ട കരച്ചിലൂടെ ചാടിച്ചാടി അത് ദൂരേക്ക് പോയി. പോത്തിൻ കൊമ്പ് കുട്ടന്റെ കയ്യിൽ. കുട്ടൻ ജയിച്ചേ, കുട്ടൻ ജയിച്ചേ. അമ്മ അവന്റെ കൈ പിടിച്ചു വലിച്ചു നടന്നു. അവർ പിറുപിറുത്തു. അത്ര വിജയം മതി. നിങ്ങളൊക്കെയാണ് അവനെ വീറു പിടിപ്പിക്കുന്നത്. വാടാ ഇവിടെ കുറുമ്പ. അവർ വേഗത്തിൽ നടന്നു. ചിന്നൻ അവന്റെ കാൽപാദങ്ങളിൽ നോക്കി. കുട്ടന്റെ ഒരു കാലടി ആനക്കാൽ പോലെ പരന്നിരിക്കുന്നു. മാത്തിരിയും ക്ലോരനും വിളിച്ചു പറഞ്ഞു, ദേ കാൽപ്പിണ്ടി പരന്നേ. ഹിഡുമ്പിയമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു.
അവർ കുട്ടികളെ വഴക്കു പറഞ്ഞു. പോടാ ചെക്കന്മാരെ, കുട്ടനോടവർ ഉപദേശിച്ചു. കുട്ടാ, എന്തിനാടാ മോനെ നീ തടി ചീത്തയാക്കണ്? നിന്റെ കാലല്ലേ നീരെടുത്ത് വീർത്തിരിക്കണേ. അല്ലെങ്കിൽ തന്നെ നിന്നെ പെരുങ്കാലെന്നാ ആളുകൾ വിളിക്കുന്നത്. പെരുങ്കാലൻ, പിണ്ടിക്കാലൻ കുട്ടികൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കടോൽക്കജൻ വളഞ്ഞ പോത്തിൻ കൊമ്പ് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. കടഭാഗം നിലത്തും പുല്ലിലും ഉരച്ച് വൃത്തിയാക്കി. നീണ്ടു വളഞ്ഞ കൊമ്പിന്റെ അറ്റം കൂർത്തിരിക്കുന്നു. അവൻ ഒരു നിമിഷം ആലോചിച്ചു, ഇത് ഒരായുധമാക്കണോ? അറ്റം കൂടി തുളച്ച് ഒരു കുഴലാക്കണോ? അവൻ കൊമ്പിന്റെ കൂർത്ത അറ്റം ഒരു പാറപ്പുറത്തുരച്ചു. മുന തേഞ്ഞു തേഞ്ഞു വന്ന് ഒരു ദ്വാരമായി. കുഴൽ ചുണ്ടിൽ വച്ച് ഊതി. കേം കേം ഒരുതരം ശബ്ദമുയർന്നു. കുട്ടന് രസം തോന്നി. അവൻ ശ്വാസം ക്രമീകരിച്ച് ഉറക്കെ വിളിച്ചു. കേ കേ കേ. ശബ്ദം ഈണത്തിൽ വനാന്തരങ്ങളിൽ മുഴങ്ങി. അവൻ മലമുകളിലേക്ക് കയറി. നെറുകയിൽ ഒരു പാറയ്ക്ക് മുകളിൽ നിന്നു. ചുറ്റും തിരിഞ്ഞ് കുഴൽ വിളിച്ചു. കേ കേ കേം. 4 ഭാഗത്തു നിന്നും പ്രതിധ്വനി. അപൂർവ ശബ്ദം കേട്ട് പൊന്തകളിൽ നിന്നും മൃഗങ്ങളും പക്ഷികളും പുറത്തുവന്ന് പകച്ചു നിന്നു. മാളങ്ങളിൽ നിന്ന് ഇഴജന്തുക്കൾ പുറത്തു വന്നു. വിവിധ വനങ്ങളിലെ വേടർ പരിഭ്രമിച്ചു. ഈ കുഴൽവിളി ഒരു ലക്ഷണമാണ്, മൂപ്പന്മാർ അഭിപ്രായപ്പെട്ടു. വേടന്മാരുടെ ഒരു കാഹളം. അവർ കൂടിയാലോചിച്ചു. ഇത്തരം കുഴൽവിളി ഒരന്വേഷണവും കണ്ടുപിടുത്തവുമാണ്. ഏറ്റവും കരുത്തുള്ള ഒരു കാട്ടുപോത്തിനെ അടിയറവ് പറയിച്ചതിന്റെ വിജയകാഹളം. കാട്ടുകൂട്ടന്മാരും വൃദ്ധവേടന്മാരും പലതും പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു. കാട്ടിലെ നായകനാവാൻ പോന്നവനെ സൂക്ഷിക്കണമെന്നെല്ലാവരും പറഞ്ഞു. ചില അന്തമില്ലായ്മ, ചില കുസൃതിത്തരങ്ങൾ, ചില അനുസരണക്കേട്. മൂപ്പന്മാർ അവനിൽ കണ്ട ദോഷങ്ങളെപ്പറ്റി പരസ്പരം വിമർശിച്ചു. ഏകലവ്യ മൂപ്പൻ അവനിൽ നന്മകൾ കണ്ടു. മലവേടന്മാരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അവൻ കാടിനും നാടിനും വേണ്ടപ്പെട്ടവനാകും. ഹഡോൽക്കജൻ കൊമ്പുകുഴൽ കക്ഷത്ത് വെച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചാടി ചാടി കുന്നിറങ്ങി വന്നു. താഴ്വരയിൽ ഹിഡുംബിയോടൊപ്പം വനവാസി പെണ്ണുങ്ങളെല്ലാം കൂടിയിരുന്നു. അവർക്കെല്ലാം സന്തോഷം. വനവേടന്മാർ കുട്ടനോടൊപ്പം വന്നു, പ്രത്യേകിച്ചും കുട്ടികളും ചെറുപ്പക്കാരും. ഇപ്പോൾ വനത്തിലെ ഏറ്റവും പുതിയ ഒരു ശബ്ദത്തിന്റെ ഉടമയായിരിക്കുന്നു. ആ ശബ്ദത്തിന് ഗാംഭീര്യമുണ്ട്. ഞാൻ എല്ലാവർക്കും മീതയാണെന്ന് വിളിച്ചു പറയുന്ന പോലെ തോന്നും. ഒരു വെല്ലുവിളിയുടെയും വിജയത്തിന്റെയും സംഗീതം. കൂട്ടുകാർ കുട്ടന് ചുറ്റും കൂടി. അവന്റെ കുറുങ്കുഴൽ തരാൻ ആവശ്യപ്പെട്ടു. ദേവൻ കുഴൽ വിളിക്കാൻ ശ്രമിച്ചു. ഷൂ എന്ന ശബ്ദം മാത്രം. കുട്ടൻ കൊമ്പ് വാങ്ങി ശബ്ദം ക്രമീകരിച്ച് ഊതി. കേ 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 കേ. ആദ്യം കാഹളമായി, പിന്നീട് ഈണമായി, സംഗീതമായി, ചുവടുവെച്ച് കളിക്കാൻ തക്കവണ്ണം താളാത്മകമായി. കുട്ടികളും വലിയവരും സ്ത്രീകളും വട്ടത്തിൽ നിരന്നു. അവർ കുഴൽവിളിയുടെ താളത്തിൽ ചുവടുവെച്ചു. കേ കേ കേ. കുഴൽവിളി മുഴങ്ങി. താളവും ചുവടും അതിൻ്റെ ഈണവും അനുസരിച്ചായി. ആ കുഴൽവിളി ഒരു ജനസമൂഹത്തിന്റെ കാഹളമായി. കുട്ടികളും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നായി. വള്ളികളും ചെടികളും തലകുലുക്കി. കാറ്റു വീശി. ചെറിയ മഴത്തുള്ളികൾ വീണു. കളിക്കാരുടെ വേർപ്പുതുള്ളികളുമായി ലയിച്ചൊഴുകി. ഹിഡുംബി മകനെ കോരിയെടുത്തു. അവന്റെ പെരുത്ത കാലടിയിൽ തഴുകി. കാട്ടുപോത്തുമായുള്ള മൽപിടുത്തത്തിൽ ക്ഷീണിച്ചിരിക്കും, പാവം. അമ്മ മകന്റെ കുടം പോലത്തെ തല തടവി. ചാറ്റൽ മഴ തുള്ളികളും വിയർപ്പും ചപ്രമുടിയിൽ തെറിച്ചു നിൽക്കുന്നു. ചെക്കന് വല്ലാത്ത കനം. അമ്മ മകനെ താഴെ ഇറക്കി. അവന്റെ കൈ പിടിച്ചു നടന്നു. മകൻ വലുതാവുന്നു. അമ്മയുടെ മനസ്സിൽ സന്തോഷവും ആശങ്കയും ഉണ്ടായി. കാട്ടാള തലമുറയുടെ നേതാവായി മകൻ വളരുന്നത് സന്തോഷമാണ്. ആരുടെയും പിടിയിൽ ഒതുങ്ങാത്തവനായി വളരുന്നതിൽ ആശങ്കയുണ്ട്. വലിയ മൂപ്പന്മാർ അമ്മയുടെയും മകന്റെയും പോക്കുനോക്കി. കാട്ടാളത്തോറ്റം പാടുന്ന കാട്ടുമൂപ്പൻ ശ്ലോകം പോലെ ഉരുവിട്ടു. തുറുങ്കണ്ണൻ പെരുവയറൻ കാതുകൂർത്തോൻ ഭയങ്കരൻ ഭീമനാഥൻ തുടുചുണ്ടൻ
തീഷ്ണാദംഷ്ട്രൻ മഹാബലൻ ദീർഘനാസൻ മഹാരസ്കൻ പെരുങ്കാൽ പിണ്ടിയുള്ളവൻ മറ്റു പിശാചുക്കളേക്കാഗ്രൻ ബാല്യത്തിൽ തന്നെ യൗവനൻ. ഏകലവ്യ മൂപ്പൻ ഓടി വന്ന് തോറ്റക്കാരൻ്റെ കൈ പിടിച്ചു. തോറ്റക്കാരൻ മൂപ്പരെ, ഓനെ വല്ലാണ്ടേ പുകഴ്ത്തരുതേ, ഇപ്പോൾ തന്നെ നല്ല കുറുമ്പും തണ്ടുമുണ്ട്. വല്ലാതെ അങ്ങ് പൊക്കിയാൽ പിന്നെ പിടിച്ചാ കിട്ടില്ല. മറ്റു മൂപ്പന്മാരും ആ അഭിപ്രായം തന്നെ പറഞ്ഞു. ഓൻ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നടന്ന് വല്ല ഏടാകൂടത്തിലും ചെന്ന് ചാടും. നാട്ടുമനുഷ്യർ ഇടയ്ക്കിടെ കയറുന്ന കാടാണിത്. തോറ്റം പാട്ടുകാരൻ എല്ലാവരോടുമായി പറഞ്ഞു, ഓൻ വലുതാവട്ടെ മൂപ്പനാരേ, നമ്മുടെ വംശത്തിൻ്റെ നായകനാവാൻ പോന്നോനാ ഓൻ. ഓൻ്റെ അമ്മയ്ക്ക് തന്നെ എടുത്താ പൊന്താതായി. അവൻ അമ്മയെ എടുത്ത് ചുമലിൽ വയ്ക്കും. കൈത്തണ്ടയിൽ നമ്മളെയൊക്കെ തൂക്കി നിർത്താൻ ഓനാകും. വലിയ മൂപ്പൻ എല്ലാവരോടുമായി പറഞ്ഞു, ഇതൊക്കെ നമുക്കെല്ലാം ബോധ്യമാണല്ലോ. ഉള്ളിൽ വെച്ചാൽ മതി. ഉള്ളതിലധികം പൊക്കിയാ അവന് കണ്ണു കാണാതാവും. ആരുടെ മെക്കിട്ടാ കയറാന്ന് പറയാനാവില്ല. കുട്ടിയാണെങ്കിലും വലിയ കുറുമ്പാ ഓന്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ. അമ്മയും മകനും കല്ലും പൊന്തയും ചവിട്ടി മെതിച്ച് നടന്നുപോയി.